ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടുകൂടി കേരളത്തിലെ 3 മുന്നണികളും വളരെ സജീവമായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പാർട്ടികൾക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, അതോടൊപ്പം പാർട്ടികൾ തമ്മിൽ മുന്നണികളിൽ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഇനിയും അതിവേഗം പരിഹരിച്ചെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമായി പുറത്തു വരികയുള്ളൂ. ഇപ്പോഴും സ്ഥാനാർത്ഥികളുടെ നിർണയം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പല പാർട്ടികളിലും ചില പാർട്ടികൾക്ക് ഉള്ളിൽ തന്നെ 3 മുന്നണികളിലും ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ സീറ്റുകൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ മുന്നണികളുടെ ഘടകകക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് 3 മുന്നണികളെ സംബന്ധിച്ചും ഇപ്പോഴും ആ ഭിന്നതകൾ നിലനിൽക്കുകയാണ്. UDF ആദ്യമൊക്കെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുൻതൂക്കം എടുത്തുവെങ്കിലും ഇപ്പോഴും പലയിടത്തും അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിട്ടില്ല. CPM നയിക്കുന്ന ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ ഔദ്യോഗികമായി ഒരിടത്തും അവരുടെ പട്ടിക പൂർണ്ണമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഏറ്റവും വൈകി NDA എന്ന് പറയുന്ന BJP നയിക്കുന്ന മുന്നണിയും തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെയുള്ള സ്ഥലത്ത് ഭാഗികമായ സ്ഥാനാർത്ഥി പട്ടിക മാത്രമേ പുറത്തിറക്കിയിട്ടുള്ളൂ. ഏതായാലും ഇനിയും ഇതിന്റെ ഗതിവേഗം വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇതേപോലെ ചോദിച്ചതുപോലെ പ്രധാനമായിട്ട് ഈ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ അടുത്ത കഴിഞ്ഞ സമയത്തൊക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ, പാലക്കാട് തുടങ്ങിയതായിട്ടുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഭരണവിരുദ്ധ വികാരം ശക്തമായി ആഞ്ഞടിച്ചതുപോലെ ഇത് പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ്. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിനെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന രീതിയിലും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം ഇതിന്റെ തെരഞ്ഞെടുപ്പ് ഫലം ഡിസംബർ 13 വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഡിസംബർ 21 പുതിയ സമിതികൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ചുമതലയേൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കഷ്ടിച്ച് 3 മാസങ്ങളേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കാൻ. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനം. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നതായിട്ടുള്ള ചോദ്യങ്ങൾ. 2, ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ. ഒന്നാമത്തെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിലവിലുള്ള പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹം വിലയിരുത്തും എന്ന് ഇപ്പോൾ തന്നെ ആരോഗ്യ രംഗത്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എത്ര ഗുരുതരമാണ്. അതൊക്കെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതും മനുഷ്യ മനസ്സിനെ ആകെ വല്ലാതെ വേദനിപ്പിക്കുന്നതുമാണ് എന്ന ഓരോ സംഭവങ്ങളും നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിഹാര ക്രിയകളുള്ള ലാഞ്ചന പോലും കാണുന്നില്ലല്ലോ. ആരോഗ്യമന്ത്രി ഇപ്പോൾ ടൺ കണക്കിന് റിപ്പോർട്ടുകൾ വാങ്ങിച്ച് അവരുടെ അലമാരയിൽ സൂക്ഷിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പൊതുസമൂഹത്തിന് മുമ്പിൽ അതെല്ലാം വളരെ മലർന്നും തുറന്നും കിടക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരില്ല. പരീക്ഷാ നടത്തിപ്പ് ആകെ തകരാറിലായിരിക്കുന്നു. പുതുതായി ആരംഭിച്ച 4 വർഷ ബിരുദ കോഴ്സുകളുടെ പ്രവർത്തനം ആകെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. പലയിടത്തും പരീക്ഷകൾ നടത്തിയിട്ടില്ല. പാസ്സായ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിട്ടില്ല. സങ്കീർണമാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഫണ്ടിന്റെ പരിമിതി മൂലം ഈ പറഞ്ഞ PMCയിൽ ഒപ്പിട്ട് ധാരണാപത്രം ഒപ്പിട്ടത് മരവിപ്പിച്ചതിന്റെ ഫലമായി വരാൻ പോകുന്ന സാഹചര്യങ്ങളിലൊന്നും ഗവൺമെന്റിന് സഹായം ലഭിക്കുകയില്ല. അതുകൊണ്ട് ഇതെല്ലാം പൊതുസമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ ചർച്ചാ വിഷയങ്ങളാണ്. അതുപോലെ വ്യാവസായിക രംഗത്തുണ്ടായിരിക്കുന്ന മന്ദീഭാവം, തൊഴിലില്ലായ്മ, അതുപോലെ കാർഷിക രംഗത്ത് ഇപ്പോഴും അറിയാമല്ലോ, നെല്ലിന്റെ സംഭരണത്തിലൊന്നും കാര്യമായിട്ടുള്ള ഇടപെടൽ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നില്ല. നെല്ലെടുത്ത കൃഷിക്കാർക്ക് യഥാസമയം അതിന്റെ പ്രതിഫലം കൊടുക്കുന്നില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ എല്ലാ മേഖലയിലും വളരെ ഗുരുതരമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള പിണറായി സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തും ഭരണവിരുദ്ധ വികാരം ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് വളരെ വ്യക്തമാണ്. അതാണ് പ്രധാനമായിട്ട് ആദ്യമായി നമ്മൾ പരിഗണിക്കേണ്ട വിഷയം. രണ്ടാമത്, ഞാൻ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രവചിക്കുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. ഇത് ചോദിച്ചതുപോലെ നിലവിലുള്ള ഭരണത്തിന്റെ പിണറായി സർക്കാരിന്റെ ഇടതു മുന്നണിയുടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നന്നായി ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും.
അത് കോർപ്പറേഷനിലാണെങ്കിലും മുനിസിപ്പാലിറ്റികളിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും അത് ഉണ്ടാകും. പിന്നെ പ്രാദേശികമായിട്ടുള്ള ചില പടല പിണക്കങ്ങളും മറ്റുമൊക്കെ ചിലയിടങ്ങളിൽ ചില അട്ടിമറികൾ സൃഷ്ടിച്ചേക്കാം. അത് എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട്, പാർട്ടികൾ തമ്മിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ചില അട്ടിമറികളൊക്കെ ചിലയിടത്തുണ്ടാകും. എന്തായാലും മൂന്ന് മുന്നണികളും അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിനുള്ള കരുക്കൾ നീക്കി തുടങ്ങി. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ ഒരു പോരാട്ടത്തിന് മൂന്ന് മുന്നണികളും തയ്യാറാതിൽ വൻകിട താരമൂല്യമുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ രംഗത്തിറക്കി കഴിഞ്ഞു. അത് കൊച്ചിയിലും കോഴിക്കോട്ടും തൃശ്ശൂരും ഒക്കെ അത് തന്നെ ആവർത്തിക്കാൻ പോവുകയാണ്. കൊല്ലത്ത് ഒരു കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് വളരെ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരൊക്കെ രംഗത്ത് വന്നു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പാർട്ടിയുടെ നേതൃത്വമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നു. കേരളത്തിൽ KPCC നേതൃത്വം ഓരോ ജില്ലകളിലും പ്രത്യേകമായി ഉത്തരവാദിത്വം കൊടുത്ത് സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ഒക്കെ നിയോഗിക്കുന്നു. ഇപ്പൊ ഇതാ നവകേരളത്തിന്റെ സദസ്സിന്റെ പേരിൽ സർക്കാർ ഖജനാവിന് പണം കൊടുത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രചാരകരെ വീടുകളിൽ എത്തിക്കാൻ പോകുന്നു. അത് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണ്, അധാർമികമാണ്. നികുതിദായകന്റെ പണമെടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തനത്തിന് വോട്ട് പിടിക്കാൻ നടക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. അതും ജനങ്ങൾ വിലയിരുത്തും. അതുപോലെ ഈ അടുത്ത സമയത്ത് നൽകിയ വാഗ്ദാന പെരുമഴയുണ്ടല്ലോ, അതിന്റെയൊക്കെ ഗുണഭോക്താക്കൾ വാഗ്ദാനങ്ങൾ അനുസരിച്ചുള്ള പ്രതിഫലം പറ്റിയാലും എത്ര കണ്ട വോട്ടായി മാറുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.